രാജ കേശവദാസന്റെ മാനസപുത്രി എന്ന വിളിപ്പേരുള്ള ആലപ്പുഴ തുറമുഖത്തിലെ തൊഴിലാളികൾക്ക് പറയാനുള്ളത് പോർമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന ധീരഗാഥ. കാലമേറെ കഴിഞ്ഞിട്ടും കടലിന്റെ ഓളങ്ങൾ ഇന്നും ആ കഥകൾ വാഴ്ത്തിപ്പാടുന്നു. മുംബൈ കഴിഞ്ഞാൽ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാന തുറമുഖമായിരുന്നു ആലപ്പുഴ. സിദ്ധികൾ, പാഴ്സികൾ, തമിഴർ, തെലുങ്കർ, യൂറോപ്യന്മാർ എന്ന് വേണ്ട വിവിധ ദേശഭാഷ വേഷക്കാരുടെ സംഗമ ഭൂമിയായി ആലപ്പുഴ മാറി. ഏതു സമയത്തും 4ഉം 5ഉം കപ്പലുകൾ, കപ്പലിലേക്ക് ചരക്കുമായി പോകുന്ന ചിലങ്കകൾ, ചരക്കുമായി തുറമുഖത്തേക്ക് വരുന്ന കൂറ്റൻ വള്ളങ്ങൾ, ഇവയുടെ സഞ്ചാരത്തിൽ ഇളകിമറിയുന്ന കടൽ, പണിയെടുക്കാൻ 2500-ൽ പരം തൊഴിലാളികൾ. ആലപ്പുഴയിലെങ്ങും ഉത്സവ പ്രതീതിയാണ്. തുറമുഖത്തിലൂടെ വിവിധ വ്യവസായങ്ങൾ വളർച്ചയുടെ മല കയറിയപ്പോൾ തൊഴിലാളികളുടേത് ദുരിതം നിറഞ്ഞ ജീവിതവും. കപ്പലിലെ വത്ത തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് പനമ്പ് കഷ്ണത്തിലായിരുന്നു. അതും മൃഗങ്ങൾ പോലും തിന്നാനറയ്ക്കുന്ന ഭക്ഷണം. വൃത്തിഹീനമായ ആഹാരം കഴിച്ച് തുടർച്ചയായി വയറിളക്കവും ഛർദിയും ബാധിച്ചതിനാൽ ഒട്ടേറെ പേർ ജോലി ഉപേക്ഷിച്ചു. രാവും പകലും ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് ഓണത്തിനും പെരുന്നാളിനും മാത്രമാണ് കൂലി. ഉറങ്ങാൻ അനുമതിയില്ല. ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതിനിധിയായ പോർട്ട് ഓഫീസറുടെ വക പീഡനം വേറെയും. അഴുക്കു നിറഞ്ഞ വസ്ത്രം കഴുകി വൃത്തിയാക്കി ധരിക്കാൻ അനുമതിയില്ല. വിനോദ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. എന്തിനേറെ മുടി വെട്ടിക്കാൻ പോലും അനുമതിയില്ല. എന്തെങ്കിലും കാര്യത്തിൽ പരാതി പറഞ്ഞാൽ ക്രൂരമായ മർദ്ദനവും. പീഡനം അറുതിയില്ലാതെ തുടർന്നപ്പോൾ തൊഴിലാളികളുടെ മനസ്സ് കലാപ കലുഷിതമായി. ഇതിനെ തുടർന്ന് AITUC നേതാക്കളായ സൈമൺ ആശാൻ, VK ഭാസ്കരൻ, TC പത്മനാഭൻ എന്നിവർ മുൻകൈയെടുത്ത് 1942 ഓഗസ്റ്റ് മാസത്തിൽ കടപ്പുറം ആശുപത്രിക്ക് സമീപം തുറമുഖ തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർത്തു. R സുഗതനും KK കുഞ്ഞനും യോഗത്തിൽ പങ്കെടുത്തു. തൊഴിലാളികൾ അവരുടെ ദുരിതങ്ങൾ അക്കമിട്ട് നിർത്തിയപ്പോൾ R സുഗതൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് TV തോമസ് പ്രസിഡന്റും VK ഭാസ്കരൻ ജനറൽ സെക്രട്ടറിയുമായി ആലപ്പി പോർട്ട് വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചു. പിന്നെ നാട് സാക്ഷ്യം വഹിച്ചത് സമരപദങ്ങളെ ചുവപ്പണിയിക്കുന്ന ശക്തമായ തൊഴിലാളി മുന്നേറ്റങ്ങളെ. സർക്കാർ രൂപീകരിച്ച വ്യവസായ ബദ്ധ സമിതിയിൽ തൊഴിലാളി പ്രതിനിധിയായി ഉണ്ടായിരുന്നത് TV തോമസ് മാത്രമായിരുന്നു. തുറമുഖ തൊഴിലാളികളുടെ ജോലി കൂലി വ്യവസ്ഥ നിശ്ചയിച്ചുകൊണ്ടുള്ള ഷെഡ്യൂൾ സമിതിയിൽ അവതരിപ്പിച്ചു. TV തോമസിന്റെ ഇടപെടലിലൂടെ ഇതിന് അംഗീകാരം ലഭിച്ചു. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ലഭിക്കേണ്ട വേതനം, അത് കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറും വരുത്തേണ്ട കൂലിയുടെ വർധനവിന്റെ മാനദണ്ഡം, ഓരോ വിഭാഗത്തിന്റെയും അധ്വാനം, വൈദഗ്ധ്യം എന്നിവയും ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നു. യൂണിയന്റെ ശക്തമായ ഇടപെടൽ മൂലം തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ രജിസ്ട്രേഷൻ സമ്പ്രദായവും നിലവിൽ വന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ ജീവനും രക്തവും നൽകി പൊരുതാൻ ആലപ്പി പോർട്ട് വർക്കേഴ്സ് യൂണിയനും നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. പുന്നപ്ര സമരഭൂമിയിൽ നടന്ന സംഘർഷത്തിൽ 6 യൂണിയൻ തൊഴിലാളികൾ വെടിയേറ്റു മരിച്ചു. കൊച്ചി തുറമുഖത്തിന്റെ ആവിർഭാവത്തോടെ പ്രതാപം നഷ്ടപ്പെട്ട ആലപ്പുഴ തുറമുഖം ക്രമേണ ഓർമ്മകളിൽ ഒതുങ്ങി.